ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഒരു ചെറിയ സമയത്ത് എൻ്റെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ്. അപ്പോൾ ചെറിയൊരു സിനിമയാണ്. ഈ പറയുന്നത് പോലെ ഒരു ചെറിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഇഷ്ടംപോലെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് ഞങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, എനിക്ക് ഭയങ്കര പേഴ്സണലായ ഒരു സിനിമയാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് ഒരു ചെറിയ സിനിമ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ കഥ നമ്മളിപ്പോൾ കണ്ട ടീസറിൽ തന്നെ ഒരുമാതിരിപ്പെട്ട അല്ലെന്ന് ഓൾമോസ്റ്റ് ന്യൂ കമേഴ്സ്. അപ്പോൾ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ടുള്ള ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുകയും അവരെ കാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ നേരത്തെ കൺസീവ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത് സാധിച്ചത് എൻ്റെ പ്രൊഡ്യൂസറായ ആർമോഹൻ സാറും എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സായ ദീപക് ദിനേശും ബിനോയ് സി ബാബും ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളത് ഈ 3 വ്യക്തികളുടെ. മാത്രമല്ല ഈ സിനിമ ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് ചെറിയൊരു സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ടെക്നീഷ്യന്മാരും എൻ്റെ നടീനടന്മാരുമാണ്. എനിക്ക് അവരോടും ഏറ്റവും നന്ദിയായിരുന്നു. പിന്നെ ഈ സിനിമ എല്ലാവർക്കും വിചാരമുണ്ട് ഞാനാണ് നായകൻ. ഞാനല്ല നായകൻ. ഭാസ്കരൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രീ അജയ് പത്രൻ സാറാണ്. പ്ലീസ് കം. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ ഇതുവരെ എനിക്ക് ഫസ്റ്റ് പോസ്റ്റ് പുറത്തോട്ടുണ്ട്. ടീച്ചറിലൊന്നും ഇദ്ദേഹത്തിനെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സിനിമയിൽ കാണട്ടെ, ലിറിക്കൽ വീഡിയോ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു അഭിനയ സംഭവങ്ങൾ എന്തെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ അജയ് സാറിനെ പറ്റി 2 വാക്ക് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ മൈക്കിനോട് കൊടുക്കാം. വേറെ ഒന്നുമല്ല, എന്നെ പണ്ട് കോളേജിൽ പഠിപ്പിച്ച സാറാണ് ഈ മനുഷ്യൻ. NCC ഓഫീസറായിരുന്നു, കോളേജിലെ പ്രൊഫസറായിരുന്നു, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കൊന്നും പഠിക്കാൻ സമ്മതിക്കില്ല. തുണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അതേ കോളേജിലാണ് സാറും പഠിച്ച് പിന്നെ പ്രൊഫസറായിരുന്നു. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ എല്ലാ പരിപാടീസും അറിയുന്ന സാറും കൂടിയായിരുന്നു. നന്നായിട്ട് പണി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പണി സിനിമയിൽ കൊടുക്കാൻ പറ്റി. അതാണ് സത്യത്തിന് സാറിന് കൊടുക്കുക. എല്ലാവർക്കും എൻ്റെ വീട്ടാ നമസ്കാരം. ആദ്യമായിട്ടാണ് ക്യാമറ മുമ്പിൽ നിന്നത്. ഇതിനു മുമ്പേ അങ്ങനത്തെ ചിന്ത പോലും ഇല്ലായിരുന്നു. വളരെ ആദർശമായിട്ട് രൂപേഷ് പണ്ട് കോളേജ് പഠിക്കുന്നത് എപ്പോഴും സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ പറയുക, നീ സിനിമയുടെ പേര് ഒരു റോൾ തരണം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കും, അത് ടൈറ്റിൽ റോൾ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഒരു ദിവസം എന്നെ കുറിച്ച് എല്ലാം കഴിഞ്ഞു ജീവിതം എൻ്റെ പാട്. ഞാൻ എൻ്റെ കമ്പനിയും എൻ്റെ ജോലിയും നടന്നുകൊണ്ട് ദിവസം വിളിച്ച് പറഞ്ഞു, ഒരു 10 ദിവസത്തേക്കൊന്നും വരാൻ ചെറിയ റോളുണ്ട് എന്ന് പറഞ്ഞു. ശരി, അന്ന് പോകാന്ന് വെച്ചു. വന്നിട്ട് 40 ദിവസം നിൽക്കേണ്ടി വന്നു. വളരെ സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പം മനസ്സിലാവില്ല എത്രത്തോളം പാരയാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന്. എല്ലാവരും അനുഗ്രഹം വേണം. എന്നെ ഈ വേദിയിൽ നിൽക്കാൻ അവൻ ഒരു ചാൻസ് തന്ന രൂപേഷ്, ഹനുമാൻ സർ, പ്രൊഡ്യൂസേഴ്സ്, താങ്ക് യു വെരി മച്ച്.